ബഹുമാനമുള്ളവരെ, മഹാനാവുന്ന ഷെയ്ഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ ലോകം എന്ന ഒരു പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സമസ്ത 100ാം വാർഷികത്തിൻ്റെ ഒരു പ്രചരണം കൂടിയായി നടത്തപ്പെടുന്ന ഒരു ദേശീയ സെമിനാറിലാണ് നമ്മളിവിടെ സംബന്ധിച്ചത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാവ് സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ്. ഇത് ഷെയ്ഖുന ശംസുൽ ഉലമയുടെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്. ഈ സംഘടനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള സംരക്ഷണങ്ങൾ നൽകിക്കൊണ്ടിട്ട് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. കാരണം വിശുദ്ധമാവുന്ന ദീൻ, ആ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവതരിപ്പിക്കുകയും ആ ദീനിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അതിൻ്റെ പ്രാരംഭം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ തുടങ്ങി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തോടു കൂടി പ്രവാചകന്മാർ മുഖേനയുള്ള ആ ദൗത്യം അവസാനിപ്പിച്ചു. ഇനി പ്രവാചകന്മാരുടെ ആവശ്യം ഇവിടെ ഇല്ല. ആ നിലക്കുള്ള ഒരു ഏറ്റവും കാലികമാവുന്ന ഒരു ശരീഅത്തിനെ റസൂലുള്ളാഹിയിലേക്ക് അവതരിപ്പിച്ചു. ആ ശരീഅത്തിൻ്റെ എല്ലാ വിഷയങ്ങളും വേണ്ടതുപോലെ ആ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ 23 വർഷത്തിനുള്ളിലായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലക്ഷക്കണക്കിന് സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ പ്രചരണം അവരെത്തിച്ചു. അവരെ പിന്തുടർച്ചക്കാരാവുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രദേശത്തും വിശുദ്ധമാവുന്ന ദീനിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം അത് ഈ വരുന്ന 2026 ഫെബ്രുവരി ആദ്യവാരത്തിൽ നടത്തപ്പെടുകയാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. കാസർഗോഡിനടുത്ത് കുനിയ എന്ന് പറഞ്ഞ പ്രദേശത്താണ് നടത്തപ്പെടുന്നത്. അപ്പോൾ അത് പരാജയപ്പെടുത്താൻ ആരും ശ്രമിക്കരുത്, ഇതാണ് ദയവായിട്ട് പറയാനുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, ആര് പരാജയപ്പെടുത്തിയാലും അത് പരാജയപ്പെടൂല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാർക്കുള്ള ഹബ്ബ് ബർക്കത്തുകൊണ്ട് അതിനെ കാത്തുരക്ഷിക്കും. പിന്നെ ആരെങ്കിലും എവിടെന്നെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൻ്റെ തഹയ്യയിലേക്കൊക്കെ ആരെങ്കിലും പിരിവ് കൊടുക്കുന്നത് ഇല്ലാതാകും വേണ്ട. ഈ പിരിവ് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, എങ്ങനെയായിരുന്നാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനം നടക്കും. അതിനാവശ്യമാവുന്നതായ ചെലവുകളൊക്കെ ജനങ്ങൾ വഹിക്കുകയും ചെയ്യും. അപ്പോൾ അത് പിരിവ് പിന്നെ കൊടുത്താൽ മതി, പിന്നെ കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ചിലർ. അതൊക്കെ അപശബ്ദങ്ങളാണ്. അതത് അറിയിക്കണ അവജ്ഞയോട് കൂടി എല്ലാവരും തള്ളിക്കളയും. അപ്പം അതുകൊണ്ട് ഈ പിരിവ് ഇവിടെ നടത്തപ്പെട്ട് ഈ പിരിവോട് ഉദ്ദേശിക്കപ്പെടുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പിരിവ് കൊടുക്കണ്ടെന്ന് പറയുകയാണെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ പറയപ്പെട്ട ആ കാര്യങ്ങളൊന്നും ഇവിടെ നടത്തണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അത് നടത്തപ്പെടേണ്ടതാണോ, അത് നടപ്പിലാക്കപ്പെടേണ്ടതാണോ, അതിന് വേണ്ടി പണം ചെലവഴിക്കപ്പെടേണ്ടതാണോ അല്ലേന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ ഏതായാലും അതിൻ്റെ ആ തഹയ്യ ആപ്പ് അത് പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ മദ്രസകളിൽ നിന്നിട്ടും ഓരോ പള്ളിയിൽ നിന്നിട്ടും ഒക്കെ ബന്ധപ്പെട്ടവർ
ഇവിടെ ഈ മദ്രസ പിരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഈ പള്ളിയിൽ നിന്ന് പിരിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുന്നവരുണ്ടാക്കിയ പള്ളി മദ്രസകളൊക്കെയാണ്. അത് മനസ്സിലാക്കണം. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ്. അപ്പം അതിൽ ഓരോ ഭരണകർത്താക്കളെ ജനങ്ങൾ തിരഞ്ഞെടുക്കും. ആ ഭരണകർത്താക്കൾ അതിൻ്റെ യഥാർത്ഥ നിലപാടിൽ കൂടി നിന്ന് പോയിട്ടില്ലെങ്കിൽ ജനങ്ങൾ അത് വേണ്ടതുപോലെ അതിൻ്റെ സ്ഥാനത്ത് വേറെ കമ്മിറ്റികളും കൊണ്ടുവരും. അപ്പം ഉസ്താദന്മാരെ പിന്നെ പള്ളിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കാം. ഉസ്താദന്മാരെ എതിരിൽ വിമർശനങ്ങളോ അല്ലെങ്കിൽ ഭീഷണികളായിട്ട് സമസ്തൻ്റെ പിരിവ് നടത്താൻ പാടില്ല, അതിന് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇവിടുത്തെ പൗരന്മാരല്ലേ, അവർക്ക് ഒരു സംഘടനയിൽ വിശ്വസിക്കാനും ആ സംഘടന അനുസരിച്ച് പോകാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഫദ്ദിഷന്മാർ അല്ലെങ്കിൽ അതിൻ്റെ മുഅല്ലിമീങ്ങൾ, അതിൻ്റെ മുദരിസന്മാർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുമ്പോൾ അതിനെ തടുക്കാനോ അതിന് വല്ല നിരോധം ഏർപ്പെടുത്താനോ അതിനല്ലെങ്കിൽ വല്ല വേലിയെട്ടാനൊന്നും ഈ കേരളത്തിൽ ആർക്കും അധികാരമില്ല. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പം ധൈര്യത്തോടു കൂടി എല്ലാവരും പ്രവർത്തിക്കാം. അതാണ് മുഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, മുദരിസന്മാരോട് പറയാനുള്ളത്, ഇവിടുത്തെ കുട്ടികളോട് മുതഅല്ലിമീങ്ങളോട് പറയാനുള്ളത്, സാധാരണക്കാരായ ആളുകളോട് പറയാനുള്ളത്, ഉമറാക്കന്മാരോടൊക്കെ പറയാം, എല്ലാവരോടും പറയാനുള്ളതാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ അടിസ്ഥാനപരമായ നയങ്ങളിൽ നിന്ന് ഇന്നേ വരെ തെറ്റിയില്ല. ആ നിലക്ക് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏതെങ്കിലും വ്യക്തികളെ ആക്ഷേപിക്കുകയും ഏതെങ്കിലും സംഘടനകളെ ആക്ഷേപിക്കൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇല്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മേലിൽ വെച്ചു കെട്ടിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ചെറുതാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ് എന്നാണ് ഈ അവസരത്തിൽ ഉണർത്താറുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അവരിൽ പ്രമുഖരാണ് മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അവരോട് ബന്ധപ്പെട്ടതായ പല വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. സമസ്ത കേരള മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമയോട് ബന്ധപ്പെട്ടത് അവർ പണ്ഡിത ലോകത്തെ അതുല്യ പ്രതിഭയായിരുന്നു. ഇതൊരു ഏകകണ്ഠമായി എല്ലാവരും അംഗീകരിക്കപ്പെട്ടതായ ഒരു യാഥാർത്ഥ്യമാണ്. സമസ്ത കേരള ബഹുമാനപ്പെട്ടവരെ പറ്റി പറയുമ്പോൾ അവരുടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണെന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ മുമ്പ് ചിലർക്കൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു. അവർ വഫാത്തിന് ശേഷവും പലരിൽ നിന്നും നമ്മളൊക്കെ അത് കേട്ടതാണ്. ഞാൻ അങ്ങനെ വലിയ ആളാണെങ്കിൽ തന്നെ അത്ര ഇന്ന് ദർജയിലെത്തിയൊന്നും പറയണ്ട എന്നൊക്കെ പറയുന്ന പലരും ഉണ്ടായിരുന്നു. അവരും അവരെ ഈ പാണ്ഡിത്യത്തെ അംഗീകരിച്ചു. അവർ പണ്ഡിത ലോകത്ത് അതുല്യ പ്രതിഭ തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ മഹാന്മാരാവുന്ന വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ അവരുടെ പ്രസംഗം കേട്ട് അവരെ പറ്റി പറഞ്ഞല്ലോ, നിങ്ങളെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മാത്രം പണ്ഡിതനല്ല, ഇത് ലോക പണ്ഡിതനാണെന്നുള്ളത്. അത് ബഹുമാനപ്പെട്ടവരുടെ ആ പ്രസംഗങ്ങളും അവരുടെ കിതാബിയാവുന്ന ബഹസുകളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം അവർ പണ്ഡിത ലോകത്തെ അതുല്യ പ്രതിഭയായിരുന്നു. അതിന് എന്നും ആ അതുല്യ പ്രതിഭ എന്ന പേരിന് അവർ അർഹനായി. അവർ കിതാബ് ദർസ് നടത്തുമ്പോൾ നമുക്കറിയാം, അത് ഉദാഹരണം സഹീൽ ബുഖാരിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അവർ ശ്രമിച്ചത് വിശുദ്ധമാവുന്നതായ ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ അതിവിടെ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അപ്പം അതിനെ സഹായിക്കുന്നതായ ഏതെല്ലാം ഹദീസുകളുണ്ടോ ആ ഹദീസുകളൊക്കെ വളരെ വ്യക്തമായ നിലക്ക് അവർ ബയാൻ ചെയ്യുമ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ആ മുന്നിരിക്കുന്ന കുട്ടികൾ ശ്രദ്ധിച്ചാൽ അവർക്കത് മനസ്സിലാവും. ശ്രദ്ധിക്കാത്തവർ പലരും ഉണ്ടാവും, ശ്രദ്ധിക്കണവർക്ക് അത് മനസ്സിലാവും എന്നുള്ള അർത്ഥം. അപ്പം അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവരുടെ ആ ദർസിൻ്റെ ശൈലി. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏത് ഹദീസുകൾ വായിച്ചാലും ആ ഹദീസുകൾക്കൊക്കെ ചിലപ്പോൾ അധിക ഹദീസുകൾക്കും നമ്മൾ മനസ്സിലാക്കാത്ത ഒരർത്ഥം ബഹുമാനപ്പെട്ടവർ പറയും. അപ്പം നമുക്കും തന്നെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഈ സംശയങ്ങളൊക്കെ പൂർണ്ണമായ നിവാരണമായിരിക്കും
മൂപ്പര് പറയുന്നതായ അവരുടെ ആ വ്യാഖ്യാനം, അവരെ അതിൻ്റെ ആ തദ്രീസിൽ അവർക്കുള്ളതായ ആ തഹ്ഖീഖാത്തുകളൊക്കെ. അപ്പോൾ പല വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മളെ മനസ്സിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ബഹുമാനപ്പെട്ടവരെ ദർസിൽ പങ്കെടുത്ത പലരും പറഞ്ഞിട്ടുണ്ട്. പലർക്കും നിരീശ്വരവാദത്തിനെ പറ്റിയുള്ളതായ ചില ചിന്തകൾ മനസ്സിൽ വന്നു. അങ്ങനെ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ അവര് ദർസിൽ പങ്കെടുത്ത ദിവസം കുറെ മുമ്പ് തന്നെ ഈ ചിന്ത അവരെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഉത്തരം കിട്ടാത്ത കുറെ ചോദ്യങ്ങൾ. അങ്ങനെ ഒരു ദിവസം മഹാനവറുകള് അതിനോട് ബന്ധപ്പെട്ടതായ ഒരു ഹദീസായിരുന്നു ബയാൻ ചെയ്തത്. അപ്പൊ അന്ന് ആ ഹദീസിനെ ബഹുമാനപ്പെട്ടവര് അവിടെ ചർവണം ചെയ്തുകൊണ്ട് ആ ഹദീസിനെ വ്യാഖ്യാനിച്ചപ്പോൾ ഈ ആൾക്ക് തോന്നി, ഈ ഉസ്താദിന് തോന്നി, ഇതിൻ്റെ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയുകയാണ്. അപ്പോൾ ഒരാളുടെ മനസ്സിലുള്ളതായ സംശയങ്ങൾ ഹൃദയത്തിലേക്ക് നോക്കി മനസ്സിലാക്കി കൊണ്ടിട്ട് ആ സംശയങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞും കൊണ്ടിട്ട് നിരീശ്വരവാദത്തിലെയും അതുപോലുള്ള മറ്റ് ഏതെല്ലാം ഇസ്ലാമിനോട് എതിരായ വാദങ്ങളുണ്ടോ ഈ വാദങ്ങളൊക്കെ അതിന് ഖണ്ഡിക്കാൻ പറ്റുന്ന നിലക്കുള്ള അവതരണങ്ങളായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുള്ള അവതരണങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരെ പറ്റി അത് അതുല്യ പ്രതിഭ എന്ന് എല്ലാവരും പറയാൻ കാരണം. അപ്പോൾ അവർക്ക് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാം, മൂപ്പരിങ്ങനെ ചോദിക്കും ചില ആയത്തുകളൊക്കെ എടുത്തുകൊണ്ട് നമ്മളോട്, ഈ ആയത്തിൻ്റെ താല്പര്യം എന്താ, ഇതിനെപ്പറ്റി എന്താ മനസ്സിലാക്കിയതൊക്കെ. അപ്പൊ നമുക്ക് അതിന്റെ മൂപ്പരെ ചോദ്യം മനസ്സിലായി, എന്തോ വേറൊന്നും മൂപ്പരവിടെ പറയാണ്ട് മൂപ്പര്. അപ്പൊ നമുക്ക് ആ അവിടെ പറയപ്പെട്ട ചില തഫാസീറുകളാണെങ്കിൽ ആ തഫാസീറുകളിൽ തന്നെ നമുക്ക് ചില സംശയങ്ങളുണ്ടാവും. പക്ഷെ മഹാന്മാരാവുന്ന അയിമത്ത് പറഞ്ഞ തഫ്സീറുകളല്ലേ എന്നുള്ളൊരു മനസ്സമാധാനമായിരിക്കും നമുക്കുണ്ടാവുക. അങ്ങനെ നമുക്ക് സംശയമുള്ള ചില ആയത്തുകളായിരിക്കും മൂപ്പര് വെറുതെ ഇങ്ങനെ ചോദിക്കാം, ഇതിന്റെ തഫ്സീറിനെ പറ്റി എന്താ മനസ്സിലാക്കിയത്. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് ആ ആയത്തിനിക്ക് ഒരു തഫ്സീർ പറയുമ്പോൾ നമുക്ക് പല തഫാസീറുകളിൽ നിന്നും മനസ്സിലായ നമ്മൾക്ക് ഉത്ഭൂതമായ പല സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾക്കൊക്കെ പൂർണ്ണമായ പരിഹാരമായിരിക്കും ബഹുമാനപ്പെട്ടവർ ആ ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ആ വ്യാഖ്യാന സ്വഭാവം, അതിൻ്റെ രീതിയൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ എപ്പോഴും പറയലുണ്ട്, എല്ലാ ഭാഷയും അറിയണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പല ഭാഷകളിലും എഴുതപ്പെട്ടതായ പല തഫാസീറുകളുണ്ടാവും. ഇപ്പൊ ഫാരിസി ഭാഷയിൽ എഴുതപ്പെട്ട പല തഫാസീറുകളുണ്ട്, ഉറുദു ഭാഷയിൽ എഴുതപ്പെട്ട പല തഫാസീറുകളുണ്ട്. അപ്പോൾ എല്ലാ ഭാഷയും അറിയണം. എല്ലാ തഫാസീറുകളും മുത്താലായ ചെയ്തുകൊണ്ടിട്ട് ഓരോ ദിവസവും എൻ്റെ മുന്നിൽ 10 ആളെ ഇരുത്തുക. ആ 10 ആളെ എൻ്റെ മുന്നിൽ ഇരുത്തി കൊണ്ടിട്ട് ഞാനൊരു തഫ്സീറും കയ്യിൽ വെക്കാതെ വിശുദ്ധ ഖുർആൻ മാത്രം മുന്നിൽ മറച്ചു വെച്ചുകൊണ്ടിട്ട് ഞാൻ അവർ നോക്കി വന്ന തഫ്സീർ ഏതെല്ലാം ആയത്തുകൾക്കുള്ള തഫ്സീർ എവിടം വരെയാണോ നോക്കി വന്നിട്ടുള്ളത് ആ സ്ഥലത്ത് ഞാൻ അവിടെ ഒരു പ്രത്യേകമാവുന്ന ബഹസും അതിനോട് ബന്ധപ്പെട്ട തഫ്സീറുകളും പറയും. അത് മനസ്സിലാക്കാൻ കഴിയുന്നതായ 10 വിദ്യാർത്ഥികളെ എനിക്ക് ആവശ്യമുണ്ടെന്ന് എപ്പോഴും അത് മൂപ്പരുടെ അഭിലാഷയായി. വിശുദ്ധ ഖുർആനെ അപ്പോൾ അമ്പിയാക്കന്മാരെ ഇസ്മത്തിന് ബാധിക്കുന്നതായ പലതും ചില തഫ്സീറുകളിലൊക്കെ കാണാം. അവിടെയൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് 1000 നാവായിരിക്കും. കാരണം എപ്പോഴും മൂപ്പര പ്രസംഗത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അമ്പിയാക്കന്മാരുടെ ഇസ്മത്തിനെ ഇസ്ബാത്ത് ചെയ്യാണ് മൂപ്പർ ചെയ്തിട്ടുള്ളത്. ഈ ദീനിന്റെ ആ സത്യസന്ധത ഇവിടെ എന്താവണം, അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അമ്പിയാക്കന്മാർ മഅ്സൂമികളാവണം. ആ അമ്പിയാക്കന്മാർ ആരാന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവർ എങ്ങനത്തെ പരമ്പരയിൽ കൂടിയാണ് അവർ വരേണ്ടവർ, അവർക്കുണ്ടാവേണ്ട പാരമ്പര്യ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരുടെ ഇസ്മത്ത്, അവരുടെ പാപ സുരക്ഷിതത്വം അത് എപ്പോഴും ശക്തമായി പറയുകയും അവരുടെ പാപ സുരക്ഷിതത്തിന് എതിരാവുന്ന ഏതെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും ഒരു തഫ്സീറിൽ കണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നിരിക്കൽ അതിന് നല്ലതായ വ്യാഖ്യാനം മൂപ്പര് പറയുകയും അതല്ലെങ്കിൽ തള്ളപ്പെടേണ്ടതാണെങ്കിൽ അത് തള്ളപ്പെട്ടുകൊണ്ട് അത് സിയോണിസ്റ്റുകളോ
അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ കടത്തിക്കൂട്ടിയതാണ് എന്ന് അങ്ങനെ ദസ് പലരും നടത്തിയിട്ടുണ്ട്. മഹാനാവുന്ന അബൂ ഹനീഫ ഇമാം തങ്ങൾ, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ മരണപ്പെട്ടപ്പോൾ മൂപ്പരെ കട്ടിലിൻ്റെ ചുവട്ടിൽ കുറേ എഴുത്തുകളുടെയും തലേൻ്റെയും കിടക്കൻ്റെയും ഒക്കെ അടിയിലായിട്ട് മഹാനവറുകൾ എഴുതി വെച്ചതാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില മൂപ്പരുടെ അഭിപ്രായങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കുറേ. അങ്ങനെ മഹാനവറുകളുടെ ശിഷ്യന്മാർ അത് പരിശോധിച്ചപ്പോൾ മൂപ്പര് ശിഷ്യന്മാർക്കുള്ള മൂപ്പരെ പറ്റി അറിയാം. ഇതൊന്നും മൂപ്പർക്കുള്ള വാദങ്ങളോ മൂപ്പര് പറഞ്ഞതുമല്ല. ഇത് മൂപ്പര് പേരിൽ പറയാത്തത് ആരോ കറ്റുകെട്ടി പറഞ്ഞുകൊണ്ട് മൂപ്പര അഭിപ്രായങ്ങളായതുകൊണ്ട് അതിൽ കടത്തിക്കൂട്ടിയതാണ് എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അതെല്ലാം കൊണ്ട് ഈ ഇങ്ങനെ മഹാന്മാരാവുന്ന പല അയിമത്തും മരണപ്പെട്ടപ്പോൾ അവരിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് വളരെ തെറ്റാവുന്നതായ പല ആശയങ്ങളും കടത്തിക്കൂട്ടിയ പലരും എന്നതുപോലെ ചില തഫാസീറുകളിലും അങ്ങനെ വന്നു ചേരാം. അപ്പൊ അതിന് എന്ത് വേണം? അടിസ്ഥാനപരമായി അതിൻ്റെ അതിൻ്റെ അടിസ്ഥാനങ്ങൾ എന്താന്നുള്ളത് മനസ്സിലാക്കി തരാം. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ടവർ എപ്പോഴും അമ്പിയാക്കന്മാരുടെ ഇസ്മത്തിനെ സംബന്ധിച്ചും ആ ഇസ്മത്തിന് എതിരാവുന്നതായ എന്തെങ്കിലും കണ്ടാൽ അതിനെ ശക്തിയുക്തം എതിർക്കുകയും ആ ഇസ്മത്തിനെ സ്ഥാപിക്കപ്പെടുന്നതായ നിർവചനങ്ങളും ആ ഇസ്മത്തിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളും പറയുമ്പോൾ അത് ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യം എടുത്ത് മുത്തുകയും ചെയ്ത് ബഹുമാനപ്പെട്ട ശേഖന അവർക്കുള്ളതായ പ്രത്യേകമാവുന്നതായ ഒരു സ്വഭാവത്തിൽപ്പെട്ടതായി. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അതാണ് ദീൻ എന്നുള്ളത്. ബഹുമാനപ്പെട്ടവർ എപ്പോഴും പറയലുണ്ട്, ശുദ്ധ ദീൻ എന്നുള്ളത് സുന്നത്ത് ജമാഅത്താണ്. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഇവിടെ എന്താവണം? നിലനിൽക്കണം, അതിനിവിടെ സ്ഥാപിക്കപ്പെടണം. അതിനാവശ്യമാവുന്നതായ ലക്ഷ്യങ്ങൾ ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ മുമ്പ് പാലക്കാട് വാദപ്രതിവാദം ഉണ്ടാവുമ്പോൾ അതിനൊരു സ്റ്റഡി പട്ടിക്കാട് ജാമിയ നൂരിയിൽ വെച്ചാണ് നമ്മളൊക്കെ അവിടെ നിന്ന് പഠിക്കുകയാണ്. അപ്പം ചില ഹദീസുകളൊക്കെ പറയുമ്പോൾ ലാ തംനഉ ഇമാഅല്ലാഹി മസാജിദ്. അപ്പം ഈ ഹദീസുകളൊക്കെ പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നത് അതിൻ്റെ മറുപടി ഞാൻ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടതാണ്. മൂപ്പര് പറയും അത് നിങ്ങൾ വിലക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞമ്മക്കൊക്കെ തോന്നും നിങ്ങൾ വിലക്കണ്ടെന്നാണ്, ഞങ്ങളാരും നടന്ന് വിലക്കണ്ടെന്നാണ്. അപ്പം അതിൻ്റെ ഞാനത് വിലക്കേണ്ട മാതിരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ വിലങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണെന്ന് മൂപ്പര് പറയുന്നത്. അപ്പം ഞാനത് കുറേ ആലോചിച്ചു. പിന്നീട് എനിക്കും അത് മനസ്സിലായി അങ്ങനെ തന്നെയാണ്. അത് വിലങ്ങേണ്ട രൂപത്തിൽ ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ മുഴുവനും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെ ചില പ്രത്യേകമായ നിലക്ക് വിഷയങ്ങൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിക്കുക, അത് അവതരിപ്പിക്കാൻ ആവശ്യമാവുന്ന അതിൻ്റെ തെരീഖുകൾ, അതിൻ്റെ വഴികൾ പണ്ഡിതന്മാർക്കും വിദ്യാർത്ഥികളും ഒക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു തദ്രീസായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ ദർസിൻ്റെ സ്വഭാവം. അതിൻ്റെ എല്ലാം പുറമെ ബഹുമാനപ്പെട്ടവരെ പറ്റി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന മറ്റൊന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ ആ ആത്മീയ സ്വഭാവം അത് നമുക്കറിയാലോ. ഒരു പണ്ഡിതനുണ്ടാവേണ്ടത് യഥാർത്ഥത്തിൽ അത് അമ്പിയാക്കന്മാരുടെ ഇർസാണ്. അതായത് അമ്പിയാക്കന്മാരിലുള്ള ആ ഇസ്തിഖാമത്തിന്റെ സ്വഭാവം പണ്ഡിതന്മാരിലുണ്ടാവണം. അവനാണ് യഥാർത്ഥ പണ്ഡിതൻ. ആ ഇസ്തിഖാമത്ത് പൂർണ്ണമായും കൊണ്ട് ശൈഖുനാ ശംസുൽ ഉലമയിലുണ്ടായിരുന്നു. അവരുടെ ഓരോ നിമിഷങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒന്നിക്കൽ ദിക്റിലായിരിക്കും, അല്ലെങ്കിൽ ദിക്ർ പോലത്തെ ഒന്ന് തന്നെയാണ് ദർസ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഫത്വ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ദീനിയാവുന്ന മറ്റുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഒരു ദിക്റിന്റെ സ്വഭാവത്തിലായിക്കൊണ്ട് അതിനെണ്ണ. അപ്പൊ അധികം ഇങ്ങനെ ആളുകളെ ഇവിടെ വർത്താനം പറയാനോ ആളെ പിടിച്ച് സോപ്പ് ഇടുന്ന പരിപാടി ഒന്നും ബഹുമാനപ്പെട്ടവർക്കില്ല. അവരെ ഒരു റൂട്ടിൽ അവർ പോവും. അതോടുകൂടി നമുക്ക് തോന്നുന്ന പോലെ വിദ്യാർത്ഥികളോടൊക്കെ വളരെയധികം സ്നേഹത്തിലും സന്തോഷത്തിലും അവരെ കാര്യങ്ങളൊക്കെ പ്രത്യേകമായും കൊണ്ടിട്ട് ശ്രദ്ധിക്കണ ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ടവർ. അതാണല്ലോ ഒരു ഉസ്താദിനുണ്ടാവേണ്ടത്. ആ ഉസ്താദിൻ്റെ ശിഷ്യന്മാരോട് പല സ്ഥലത്തും അവർ പ്രയാസത്തിൽ പെടുമ്പോൾ ആ പ്രയാസത്തിൽ നിന്നിട്ട് അവർ രക്ഷപ്പെടുത്താൻ ആവശ്യമാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ്. പട്ടിക്കാട് ജാമിയ നൂരിയിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ ആ കുട്ടികളായിട്ട് ചെറിയൊരു കുത്തും തള്ളൊക്കെ അന്ന് അവിടെ നിന്നുണ്ടായി. അവിടെ പിന്നെ അവർ എഴുതിയതായ നമ്മളെ മതിൽമൽ എഴുതിയ ചില സംഗതികളൊക്കെ നമ്മൾ വായിച്ചു. അവരെ ചില ബാനറുകളൊക്കെ നമ്മൾ നശിപ്പിച്ചു. അവരെ ചില കൊടികൾ നമ്മൾ പിന്നെ അത് അത് നശിപ്പിച്ചു. അങ്ങനെ പലതും അവിടെ സംഭവിച്ചപ്പോൾ അന്ന് ശൈഖുനാ ശംസുൽ ഉലമ അവിടെ ഇല്ലായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരാരും ഇല്ലായിരുന്നു. വ്യാഴാഴ്ച ദിവസമായിരുന്നു. പിറ്റേന്ന് വെള്ളിയാഴ്ച നമ്മളെ ഒരു കൊടിയുണ്ട്. നമ്മളന്ന് SSF ആയിരുന്നു നമ്മളെ സംഘടന.
ആ സംഘടനൻ്റെ ഒരു കൊടി, വലിയ കൊടി അവിടെ നാട്ടീന്, നമ്മൾ നാട്ടീന്. ആ കൊടി അവിടുന്ന് അവർ പറിച്ചു കൊടുത്തിട്ട് നമ്മളെ ഗേറ്റുമ്മ കൊടുത്തിട്ടു. അപ്പം അന്നതിൽ സജീവമായി ഉണ്ടായിരുന്ന ചിലരൊക്കെ ഇപ്പോൾ മൂസ അരികുട്ടി ഫൈദി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. മൂപ്പരിപ്പോൾ പോകുമ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. ഞങ്ങളൊക്കെ അതിൽ സജീവമായി ഉണ്ടായിരുന്നവരായിരുന്നു. അപ്പം അന്ന് പിന്നെ നമ്മൾ കൊടി നാട്ടണം എന്ന് പറഞ്ഞു. കൊടി നാട്ടിയവിടെ ഞങ്ങൾ ജുബാൻ്റെ ശേഷം വലിയ മണ്ണാർമലൊരു തോട്ടത്ത് പോയിട്ട് ഏറ്റവും വലിയൊരു കൗക്ക് വെട്ടി, എന്നിട്ട് അതിപ്പോൾ പിന്നെയും വെച്ച് കെട്ടി നീട്ടിക്കൊണ്ടിട്ടാണ് അവിടെ കൊടി കെട്ടി. അത് നമുക്കാണ് അതിനോടുള്ളൊരു ആവേശം, പ്രസ്ഥാനത്തിനോടുള്ളൊരു ആവേശം, ദീനിനോടുള്ളൊരു ആവേശം, സുന്നത്ത് ജമാഅത്തിനോടുള്ളൊരു ആവേശം. അങ്ങനെ ശൈഖുനാ ശംസുൽ വന്നപ്പോൾ അതിനെപ്പറ്റി ബഹുമാനപ്പെട്ടവരെ മുന്നിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ വന്ന് അവതരിപ്പിച്ച വിഷയം. അപ്പോൾ അവർ പറഞ്ഞു, ഇത് നിങ്ങളെ കോളേജിലെ കുട്ടികളാണ് ചെയ്തത് ശൈഖുനാനോട്. അപ്പോൾ ശൈഖുന ചോദിച്ചത് എന്താ, ഇവിടുത്തെ കുട്ടികളാണ് ചെയ്തതെന്നുള്ളതിന് എന്താ, അതിന് ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഈ കുട്ടികൾ ഇത് ചെയ്തിട്ട് നിങ്ങളെ കോളേജിലേക്കാണ് ചാടിയത് എന്ന് പറഞ്ഞു. അപ്പം ശൈഖുന പറഞ്ഞു, അപ്പോൾ ഉറപ്പാണ് ഞങ്ങളെ കുട്ടികളല്ല എന്നുള്ളത്, അത് നിങ്ങളെ കുട്ടികളാണ്. നിങ്ങളെ കുട്ടികളെ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങളെ കുട്ടികളെ പേര് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ചാടി. ഞങ്ങളെ കുട്ടികൾ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ചാടുകയല്ല ചെയ്യുക, അവർ നേരെ അങ്ങോട്ട് നിങ്ങളെ കോളേജിൽ പോകും നിങ്ങളെ കുട്ടികളാന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കുട്ടികൾ അത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുട്ടികളെ വിളിച്ചു എല്ലാവരും ഇറങ്ങിയിടാന്ന് പറഞ്ഞതാ. പിന്നെ പോയിട്ട് അവിടെയുള്ള അവർ എഴുതിയതൊക്കെ, നമ്മളെ മതിൽമേൽ എഴുതിയതൊക്കെ പോയി മാറ്റി പറഞ്ഞു. അങ്ങനെ പോയി എല്ലാവരോടും മാറ്റാൻ പറഞ്ഞു. എല്ലാവരും പേടിച്ചിരിക്കുകയാണ്, എല്ലാവരുടെ പേരിലും എന്തെങ്കിലും ശിക്ഷാ നടപടി വരുമോന്നുള്ളത്. ആ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടികൾ ഇങ്ങോട്ടാണ് ചാടി, ഞങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് ചാടിക്കേണ്ടത്. പക്ഷേ മൂപ്പര് പറഞ്ഞത് എന്താ, ഇവിടുത്തെ കുട്ടികൾ ഇങ്ങോട്ട് ചാടൂല എന്ന് പറഞ്ഞു. അത് നിങ്ങളെ കുട്ടികൾ ഞങ്ങളെ കുട്ടികളെ മോശമാക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങോട്ട് ചാടിയതാണ്. അതുകൊണ്ട് ഞങ്ങളെ കുട്ടികൾ ചെയ്തിട്ടാണെങ്കിൽ നേരെ നിങ്ങളെ കോളേജിൻ്റെ അവിടേക്കാണ് പോകും. എന്നിട്ട് ആളുകൾ അവരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് ചെയ്തിട്ടില്ലല്ലോ, അപ്പം ഞങ്ങളെ കുട്ടികളെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പം അന്നിൽക്ക് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവർ സുന്നത്ത് ജമാഅത്തിനും മറ്റും ചെയ്യുമ്പോൾ, എന്തെങ്കിലും പ്രവർത്തിക്കുമ്പോൾ അവരിൽ നിന്ന് വല്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നുപോയാൽ പ്രാസ്ഥാനികമായി ഉണ്ടാവണം. അങ്ങനത്തെ സ്ഥലത്തൊക്കെ കുട്ടികളോടുള്ളതായ ആ സ്നേഹം ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു. അന്നിൽക്ക് തൻ്റെ ശിഷ്യന്മാരോടും തന്നോട് ബന്ധപ്പെട്ടവരോടൊക്കെ വലിയ സ്നേഹമായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നത്. വിശുദ്ധ ഖുർആനും വിശുദ്ധ ഹദീസുകളും അതിനെ ബയാൻ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ടവർക്കുള്ള പ്രത്യേകമാവുന്നൊരു താല്പര്യം. ഇത് മാത്രമല്ല, ഏതെല്ലാം ആവശ്യമാവുന്ന ഫന്നുകളുണ്ടോ അതിലൊക്കെ ബഹുമാനപ്പെട്ടവർ മുഹത്തിക്കും മുദത്തിക്കും ഒക്കെ ആയിരുന്നു. ഞാൻ കുട്ടിയാകുന്ന കാലത്ത് എനിക്കറിയാം, ഞങ്ങൾ ഉസ്താദ് ബഹുമാനപ്പെട്ട മൂന്നൂർ പി കുഞ്ഞി മുസ്ലിയാൻ അള്ളാഹു മർക്കറ ശൈഖുനാ ശംസുലമെ കൊണ്ടാണ് മൂപ്പര് കുത്തുബിയൊക്കെ ഓതിയിട്ടുള്ളത്. അപ്പം ശൈഖുനാ ഉസ്താദിൻ്റെ കുത്തുബിയിൽ പല സ്ഥലത്തും ഇന്ന് ആ കുത്തുബി ദുർബലമായി പോയിട്ടുണ്ട്. ആ കടലാസൊക്കെ നുരുമ്പി മിസ്ർ അച്ചുള്ളതായ ഒരു കുത്തുബിയത് മജ്മുഅത്തുൽ അവാശിയൊക്കെ ഉള്ള ഒരു കുത്തുബിയായിരുന്നു. ആ കുത്തുബിയിൽ പല സ്ഥലത്തും ശൈഖുനയുടെ തഹ്ഖീഖുകളായിട്ട് കുഞ്ഞി മുസ്ലിയാർ എഴുതിയിട്ടത് കാണാം. എന്തെന്നറിയും, ഓരോ തഹ്ഖീഖുകൾ എഴുതിയിട്ട് ശൈഖുന ഈ കേത് ഇതിന് ചോട്ടിൽ എഴുതിയിട്ടുണ്ടോ. അപ്പോൾ അത് ചില സ്ഥലത്ത് കുത്തുബി പറഞ്ഞതിനെ റദ്ദ് ചെയ്തുകൊണ്ടാണെങ്കിലും, ചിലപ്പോൾ ബീർ റദ്ദ് ചെയ്തുകൊണ്ടാണെങ്കിലും, ചിലപ്പോൾ രണ്ടാളി റദ്ദ് ചെയ്തുകൊണ്ടാണെങ്കിലും. അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർക്ക് ആ വിഷയത്തിലുള്ള മൂപ്പരുടെ ആ ആധികാരികമാവുന്ന അവരെ കഴിവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഇൽമിൻ്റെ എല്ലാ മേഖലകളിലും അതല്ലേ ഇവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ളതായ 2 സംവാദങ്ങൾ നമുക്കറിയാം. അന്ന് എപ്പോഴും ബഹുമാനപ്പെട്ടവർ പറയാറുണ്ട്, എപ്പോഴും ഈ വളവണ്ണ ഉസ്താദൊക്കെ പറയലുണ്ട്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്റ്റേജിൽ അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതൊരു വലിയ സംഭവമൊന്നുമല്ല, കാരണം റസൂലുള്ളാഹിൻ്റെ ദീനിനെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു 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 ഖണ്ഡന പ്രസംഗമാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പം മഹാന്മാരാവുന്ന മശായിഖന്മാരുടെയും അമ്പിയാക്കന്മാരുടെയും അള്ളാഹുവിൻ്റെ ഔലിയാദിൻ്റെയൊക്കെ ഹുദൂർ ആ സദസ്സിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം അതുകൊണ്ടൊക്കെ ഉണ്ടായ നേട്ടങ്ങൾ നമ്മളൊക്കെ അനുഭവിച്ചതാണ്. ഇവിടെ സുന്നികളായിക്കൊണ്ട് നമുക്കിവിടെ ഇത്രമാത്രം മഹാനാവുന്ന കോട്ടുപ്രസ്ഥാനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ പറയലുണ്ട് എപ്പോഴും, മുജാഹിദ് പ്രസ്ഥാനം വഹാബി പ്രസ്ഥാനം ഇവിടെ വരികയും അവർ കാട്ടുതീ പോലെ ഇവിടെ പന്തലിക്കാൻ തുടങ്ങിയെന്നാണ്. കാരണം അവരെ ആശയങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയുള്ളൂ നമുക്ക് തോന്നുന്നത്, വെള്ളിയാഴ്ച ഖുതുബ അറബി മലയാള ഭാഷയിലായ നല്ലതല്ലേ, നീ പഠിച്ചാലോ.
തറാവി 8 ആയാലും പിന്നെന്താ നല്ല സുഖമല്ലേ, 20 കയറിക്കേണ്ട ആവശ്യമില്ലല്ലോ, 8 കയറിച്ചാൽ പോലെ. ഇതൊക്കെ ഇങ്ങനത്തെ സംശയങ്ങളും ഇതിനുള്ള ചില ഇതൊക്കെ നമുക്കും തോന്നും. അത് അല്ലാത്തവരെ വിളിച്ചാൽ അത് ശരിക്കായില്ലേ, അത് അങ്ങനത്തെ പലതും മരിച്ചവർക്ക് ചെയ്യാൻ കഴിയോ? അങ്ങനെ അതിനോട് ബന്ധപ്പെട്ടതായ ചില ബാഹ്യമായി അതിനെ സ്ഥാപിക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കുമ്പോൾ നമുക്കും തോന്നും നമ്മൾക്കൊക്കെ അതിലേക്ക് ഒരു ചെറിയ ഒരു ചായ്വ് വരാൻ സാധ്യത ഉണ്ടായി. പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥ ഇവിടെ ഇല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ശക്തമായി ഇവിടെ കെട്ടിപ്പടുത്തത് മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമയുടെ ഇവിടുത്തെ അവരുടെ ആ പ്രവർത്തനം തന്നെയാണ്. ഈ മേഖലയിൽ ശക്തമായി കൊണ്ട് മൂപ്പര് പോകുന്നത് എല്ലായിടത്തും അവർ എത്തിപ്പെട്ടു. മുനാദറ നടത്തേണ്ട സ്ഥലങ്ങളിൽ മുനാദറ നടത്തി, ഗണന നടത്തേണ്ട സ്ഥലങ്ങളിൽ ഗണന നടത്തി, അല്ലാതെ പ്രസംഗിക്കേണ്ടടുത്ത് അങ്ങനെ പ്രസംഗിച്ചു. ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്ത ഈ ആശയങ്ങൾ, ഈ ആദർശങ്ങളൊക്കെ ഇവിടെ ശക്തപ്പെടുത്താൻ, അതിനിവിടെ ശക്തമായ നിലക്ക് അതിനിവിടെ എനിക്ക് വേരുണ്ടാക്കി കൊടുത്തത് മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമ.